ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ 2 പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങൾ അവിടുന്ന് ടെംപ്ലേറ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ടെംപ്ലേറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ആദ്യത്തെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് കോപ്പി ലെയർ എടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് പേസ്റ്റ് ലെയർ കൊടുക്കും. ശേഷം ഇതിന്റെ ഡ്യൂറേഷൻ അടുത്ത ബീറ്റ് മാർക്ക് വരേക്കണം. ഇതിന് അടുത്ത ബീറ്റ് മാർക്ക് വന്നതിന് ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം ഈ ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ടെംപ്ലേറ്റ് വീഡിയോ ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത ഗ്രൂപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അവിടുന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. അതിൽ ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്യുക. അത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇവിടുന്ന് ഇമേജ് ആഡ് ചെയ്യും. അതിനെ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടുന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് രണ്ടാമത്തെ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതൊരു -90° ആയി കൊടുക്കും. ഇതേപോലെ തന്നെ കുറച്ച് നിങ്ങളൊരു -90° ആയി കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ അടുത്ത ബീറ്റ് മാർക്ക് വരേക്കണം. പിന്നെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം അവിടുന്ന് ആ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടെംപ്ലേറ്റിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യും. ഈ ഒരു രണ്ടാമത്തെ ബീറ്റ് മാർക്ക് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. 5 സെക്കൻഡിലും 32 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ കളിച്ചുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം അവിടെയും ഇതേപോലെ തന്നെ അടുത്ത ബീറ്റ് മാർക്ക് വരെയാകണം. പിന്നെ അവിടുന്ന് ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ശേഷം ഈ ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം അവിടം വരെ ആയി കൊടുക്കുക. കൊടുത്തതിനു ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത ഗ്രൂപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അവിടുന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്ത ശേഷം സ്ക്രീൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടുന്ന ഇമേജ് ആഡ് ചെയ്യും. അതായത് നിങ്ങൾ 5 സെക്കൻഡിലും 32 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതിനകത്ത് റൈറ്റ് സൈഡ് രണ്ടാമത്തെ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അതൊരു -90° ആയി കൊടുക്കുക. 90° ആയി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഈ ഒരു ഇമേജ് അടുത്ത ബീറ്റ് മാർക്ക് വരേക്കണം. പിന്നെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇതിന് ശേഷം ആ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത ടെംപ്ലേറ്റിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡായെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ടെംപ്ലേറ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം അവിടുന്ന് രണ്ടാമത്തെ ടംപ്ലേറ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ലെയർ എടുക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ ബീറ്റ് മാർക്കിലോട്ട് വരിക. 3 സെക്കൻഡിലും 19 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം ഇതിന്റെ ഡ്യൂറേഷൻ അവസാനം വരെ അയക്കണം. അതിനെ അവസാനം വന്നതിന് ശേഷം ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം ഈ ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യും. ശേഷം ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്യുക. അത് സ്ക്രീൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ആ ഒരു ടെംപ്ലേറ്റ് വീഡിയോ ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ 3 സെക്കൻഡിലും 19 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. ശേഷം അവിടെ വേണ്ടുന്ന ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും.
ശേഷം അത് ഇതേപോലെ -90° ആയി കൊടുക്കും. -90° ആയി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് സൂം ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക. ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഡ്യൂറേഷൻ അവസാനം വരെ ആക്കണം. അതിനെ അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടെംപ്ലേറ്റിന് താഴെയായിട്ട് വെച്ചു കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഈ 2 ബീറ്റ് മാർക്കിൽ നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കണം ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.